യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, 10 കൽപ്പനകളെക്കുറിച്ച് ഈശോ പ്രസംഗിക്കുന്നത് കേൾക്കുവാൻ വളരെയധികം ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. 10 കൽപ്പനകളെക്കുറിച്ചുള്ള ഈശോയുടെ പ്രസംഗത്തിന് ശേഷം അതിൻ്റെ സമാപനമായിട്ട് ഈശോ പ്രസംഗിക്കുന്ന ഒരു സമാപന സന്ദേശം എന്നൊക്കെ പറയാവുന്ന ഈശോയുടെ ഒരു പ്രസംഗമാണ് ഇപ്പോൾ നാം കേൾക്കാനായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ ഈ വാക്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമേ എന്നും വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ ബെല്ലൈക്കൺ നിങ്ങൾ എനേബിൾ ചെയ്താൽ യേശുവുമായി ബന്ധപ്പെട്ട യേശു പറയുന്ന വാക്കുകളുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കുവാനായിട്ട് ഇടയാകും. ലോകവും ലോകത്തിൻ്റെ മോഹങ്ങളും നാം പ്രധാനപ്പെട്ടതെന്ന് കരുതുന്ന പലതും നമ്മളെ ഉപേക്ഷിച്ച് തനിച്ചാക്കി കടന്നു പോകുമ്പോൾ എൻ്റെ ആത്മാവ് നിർബന്ധമായും ഒന്നുമില്ലെങ്കിൽ യേശുവിനെ എനിക്ക് സ്വീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് പിശാചിനെ സ്വീകരിക്കേണ്ടി വരും. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ നിത്യമായ ജീവിതത്തിലേക്ക് യേശുക്രിസ്തുവിലേക്ക് ഞാൻ വരേണ്ടത് ആവശ്യമാണെങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈശോ പ്രസംഗിച്ച ഈ 10 കൽപ്പനകൾ 10 നാഴികക്കല്ലുകളായി നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ആത്മാവിൽ നാം കൊത്തിവെക്കേണ്ടതുണ്ട്. ഇതെൻ്റെ വാക്കുകളല്ല, ഈശോയുടെ വാക്കുകളാണ്. ദൈവത്തെ സ്വന്തമാക്കുവാൻ, നിത്യജീവൻ സ്വന്തമാക്കുവാൻ, സ്വർഗജീവൻ സ്വന്തമാക്കുവാൻ, ഈ 10 കൽപ്പനകൾ അനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കുവാൻ, ലോകത്തിൻ്റെ മായാവലയങ്ങളിലും മായാമോഹങ്ങളിലുമൊക്കെ തൻ്റെ ജീവിതത്തെ പിശാച് ഇട്ട് കടിച്ച് കുടയുന്ന ഈ കാലഘട്ടത്തിൽ യേശുവിൻ്റെ വാക്കുകളുടെ കൂടെയുള്ള ഒരു നിത്യതയിലേക്കുള്ളൊരു യാത്രയ്ക്ക് നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ ഇതാ ക്രിസ്തു അവൻ്റെ വാക്കുകളുമായി അവൻ്റെ കൈ നീട്ടി നമ്മെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾ ചൊരിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിങ്ങൾക്കും ഒരു സ്ഥാനം ലഭിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തിന്മയുടേതായ ഒന്നും, നമ്മുടെ പ്രലോഭനങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാതിരിക്കാൻ 10 കൽപ്പനകൾ ആവശ്യപ്പെടുന്ന സ്നേഹം ഹൃദയത്തിൽ നിറയ്ക്കുവാൻ പൊന്നുതമ്പുരാൻ അവൻ്റെ അനന്തമായ കൃപയാൽ നിങ്ങളെ നിറയ്ക്കട്ടെ. കൃപാവരത്തിൻ്റെ പരിപൂർണതയിലായിരിക്കുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയുടെ ഈ 10 കൽപ്പനകളുടെ സമാപനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർത്താവിൽ എൻ്റെ മക്കളെ, ശുദ്ധീകരണ തിരുനാൾ വന്നിരിക്കുന്നു. ലോകത്തിൻ്റെ പ്രകാശമായ ഞാൻ ആ തിരുനാൾ നന്നായി ആഘോഷിക്കുന്നതിനുള്ള അത്യാവശ്യം ഒരുക്കം നൽകി നിങ്ങളെ അയക്കുന്നു. തിരുനാളിലെ ആദ്യത്തെ ദീപം ഞാനാണ്. അതിൽ നിന്ന് മറ്റെല്ലാ ദീപങ്ങളും നിങ്ങൾ കത്തിക്കണം. ആദ്യത്തെ ദീപം സ്വയം കത്തിക്കാൻ നിർവാഹമില്ലാത്തവൻ അനേകം ദീപങ്ങൾ കത്തിക്കുന്നു എന്ന് അഭിനയിക്കുന്നതും വെറും വിഡ്ഢിത്തമായിരിക്കും. പരിപൂർണതയുടെ അടിസ്ഥാനമാകുന്ന 10 പ്രമാണങ്ങൾ അവഗണിച്ച് മറ്റു ശ്രമകരമായ കാര്യങ്ങൾ ചെയ്ത് സ്വന്തം പരിപൂർണത ആരംഭിക്കുന്നു എന്ന് നടിക്കുന്നവൻ അതിലേറെ വിഡ്ഢിയായിരിക്കും. മഖ്ബായരുടെ പുസ്തകത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു:
യൂദാസും അവൻ്റെ ആളുകളും ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ദേവാലയവും പട്ടണവും വീണ്ടെടുത്തു. അനന്തരം അന്യദൈവങ്ങൾക്കായി നിർമ്മിക്കപ്പെട്ടിരുന്ന അൾത്താരകളും ആലയങ്ങളും നശിപ്പിച്ചു. പിന്നീട് വേറൊരു ബലിപീഠം പണിത് തീക്കല്ലുരച്ച് തീയുണ്ടാക്കി ബലികൾ അർപ്പിച്ചു. കുന്തിരിക്കം ധൂപിച്ചു, ദീപങ്ങൾ കൊളുത്തി, ബലിയപ്പം കാഴ്ചവെച്ചു. അനന്തരം എല്ലാവരും സാഷ്ടാംഗപ്രമാണം ചെയ്തു. ഒരിക്കലും പാപം ചെയ്യുവാതിരിക്കുവാനുള്ള അനുഗ്രഹത്തിനായി കർത്താവിനോട് പ്രാർത്ഥിച്ചു. ബലഹീനത കൊണ്ട് വീണ്ടും പാപത്തിൽ വീണു പോകാതിരിക്കുവാൻ ഞങ്ങളോട് കരുണയായിരിക്കണമേ എന്നും പ്രാർത്ഥിച്ചു. അത് സംഭവിച്ചത് ചിസ്ലേവും മാസത്തിലെ 25-ാം ദിവസമാണ്. ഇപ്പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. കാരണം ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഓരോ വാക്കിനും ആധ്യാത്മികമായ അർത്ഥമുണ്ട്. ജീവിതം എപ്പോഴും ഒരു പാഠമാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മുടെ ഭൗമിക ജീവിതത്തിനും മാത്രമുള്ളതല്ല, നിത്യമായ ജീവിതത്തെ നേടിയെടുക്കുവാനുള്ള പാഠം കൂടിയാണ്. അജ്ഞാനികളുടെ ബലിപീഠങ്ങളും ആലയങ്ങളും അവർ തകർത്തു. ജഡികാസക്തിയോടുള്ള ആഗ്രഹം, അഹങ്കാരം, മറ്റു പ്രധാന തിന്മകൾ ഇവ ആത്മാവിനെ മലിനമാക്കുകയും കൊല്ലുകയും ചെയ്യുന്നു. ശരീരത്തെ മരണത്തിലേക്കും ദൈവശിക്ഷയിലേക്കും നയിക്കുന്ന ഈ വിഗ്രഹാരാധനയാണ്. വിശ്വാസികളെ ഞെരുക്കുന്ന എണ്ണമില്ലാത്ത കർമ്മവിധികൾ കൊണ്ട് നിങ്ങളെ ഞാൻ ഭാരപ്പെടുത്തുന്നില്ല. ശരിക്കുള്ള നിയമങ്ങളെ തടഞ്ഞുവെക്കുന്ന കോട്ടയാണിവ. ബാഹ്യമായ അനേകം വിലക്കുകൾ കൽപ്പിച്ച് യഥാർത്ഥ നിയമങ്ങൾ ഞെരുക്കപ്പെടുകയും ഒളിച്ചുവെക്കപ്പെടുകയും ചെയ്യുന്നു. തന്നിമിത്തം വ്യക്തമായ, ഒട്ടും പതറാത്ത ദൈവത്തിൻ്റെ പരിശുദ്ധമായ സ്വരം വിശ്വാസികൾ കേൾക്കാതെയാകുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ശപിക്കരുത്, വിഗ്രഹങ്ങളെ ആരാധിക്കരുത്, തിരുനാളുകൾ അശുദ്ധമാക്കരുത്, മാതാപിതാക്കളെ നിന്ദിക്കരുത്, കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കളവ് പറയരുത്, അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്, അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്. 10 വിലക്കുകൾ ഒന്നുപോലും കൂടുതലില്ല. ആത്മാവിൻ്റെ ആലയത്തിൻ്റെ 10 തൂണുകളാണിവ. അവയ്ക്ക് മീതെയായി ഏറ്റവും വിശുദ്ധമായ പ്രമാണം, തനി സ്വർണം പോലെയുള്ള സ്നേഹത്തിൻ്റെ പ്രമാണം. ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ദേവാലയത്തിൻ്റെ മകുടമാണത്. തൂണുകളെ സംരക്ഷിക്കുന്നത് അതാണ്. നിർമ്മാതാവിൻ്റെ മഹത്തായ നേട്ടമാണത്. സ്നേഹം കൂടാതെ ഈ 10 കൽപ്പനകൾ അനുസരിക്കുവാൻ കഴിയുകയില്ല. സ്നേഹമില്ലെങ്കിൽ തൂണുകൾ എല്ലാതും ഒരുപക്ഷെ ചിലതോ വീണു പോയേക്കാം. ദേവാലയം ഭാഗികമായോ പൂർണ്ണമായോ തകർന്നു പോകും. എങ്ങനെയായാലും ഏറ്റവും പരിശുദ്ധമായവനെ സ്വീകരിക്കുവാൻ പര്യാപ്തമല്ലാത്ത ഒരു നാശ കൂമ്പാരമായിരിക്കും എന്നേക്കും അത്. ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യൂ. 3 ദുരാശകളെയും തകർക്കുക. നിങ്ങളുടെ തിന്മകൾക്ക് അതാതിൻ്റെ പേര് തന്നെ കൊടുക്കുന്നതിൽ നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാകൂ. ഇത് ചെയ്യരുത്, അത് ചെയ്യരുത് എന്ന് നിങ്ങളോട് കൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാർത്ഥത പോലുള്ള ആത്മാർത്ഥത നിങ്ങൾക്കുണ്ടാകണം. ദൈവത്തേക്കാൾ കൂടുതലായി മറ്റെന്തിനെയെങ്കിലും, അതെന്ത് സ്നേഹമാണെങ്കിലും ആയിക്കൊള്ളട്ടെ, സ്നേഹിക്കുന്നവൻ വിഗ്രഹാരാധകനാണ്. ദൈവത്തിൻ്റെ ദാസനാണെന്ന് പറഞ്ഞ് അവിടുത്തോട് പ്രാർത്ഥിക്കുകയും എന്നാൽ ദൈവത്തെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ എതിരാളിയാണ്. അത്യാഗ്രഹം നിമിത്തം സാബത്ത് ദിവസം ജോലി ചെയ്യുന്നവർ വിശ്വസിക്കാൻ കൊള്ളാത്തവരും ധിക്കാരിയും ദൈവനിന്ദ ഉളവാക്കുന്നവരുമാകുന്നു. ദൈവത്തിന് നൽകി എന്നുള്ള നാട്യത്തിൽ മാതാപിതാക്കളെ സഹായിക്കാത്തവനെയും ദൈവം വെറുക്കുന്നു. മാതാപിതാക്കന്മാരെ തൻ്റെ തന്നെ പ്രതിച്ഛായയായി ഭൂമിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ദൈവമാണ്. ജീവൻ അപഹരിക്കുന്നവൻ എപ്പോഴും കൊലപാതകിയാണ്. വ്യഭിചാരം ചെയ്യുന്നവൻ എപ്പോഴും ജഡികാസക്തിയുള്ളവനാണ്. മോഷ്ടിക്കുന്നവൻ എപ്പോഴും കള്ളനാണ്. കളവ് പറയുന്നവൻ എപ്പോഴും നികൃഷ്ടനായിരിക്കും.
തൻ്റെ സ്വന്തമല്ലാത്തത് ആഗ്രഹിക്കുന്നവൻ എപ്പോഴും അത്യാഗ്രഹിയായി വെറുപ്പുളവാക്കുന്ന കൊതിയനാണ്. വിവാഹക്കിടക്കയെ അശുദ്ധമാക്കുന്നവൻ എപ്പോഴും അഴുക്ക് നിറഞ്ഞവനാണ്. ഒരു മനുഷ്യൻ ശുദ്ധനാകുന്നത് എങ്ങനെയാണ്? നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു, ആത്മാർത്ഥമായ എളിമയുള്ള അനുതാപത്താലാണ് ശുദ്ധനായി തീരുന്നത്. യഥാർത്ഥത്തിൽ അനുതാപമുണ്ടെങ്കിൽ ദൈവം ക്ഷമിക്കാത്തതായി ഒരു പാപവുമില്ല. ദൈവത്തിൻ്റെ കൃപയുടെ ധാരാളതയിൽ വിശ്വാസമുള്ളവരായിരിക്കൂ. ഈ ധാരാളത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ ലോകത്തിലെ സകല പാപങ്ങളും നിങ്ങളുടെ മേലുണ്ടായാലും ദൈവത്തിൽ നിന്ന് നിങ്ങൾ ഓടിയകലുകയില്ല. നേരെ മറിച്ച് ദൈവത്തിൻ്റെ കാൽക്കലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലും. കാരണം മനുഷ്യൻ പൊറുക്കാത്തത് നല്ലവനായ ഏറ്റവും നല്ലവനായ ദൈവം പൊറുക്കുന്നു. നിങ്ങളുടെ മധ്യേ ഒരു ബലിപീഠം ഇപ്പോൾ തന്നെയുണ്ട്, പുതിയൊരു ബലിപീഠം. പ്രകാശത്തിൻ്റെയും പാപപ്രവൃത്തിയുടെയും അരുവികൾ അതിൽ നിന്ന് പുറപ്പെടുന്നു. തൈലം പോലെ അത് പടരുന്നു, സുഖപ്പെടുത്തുന്നു, നവജീവൻ നൽകുന്നു. അതിൽ നിന്ന് വരുന്ന വചനത്തിൽ വിശ്വസിക്കുക. നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് എന്നോടുകൂടെ കരയുക. ദേവാലയഗീതം നയിക്കുന്ന ലേവായനെ പോലെ നിങ്ങളുടെ വിലാപം എൻ്റെ ശബ്ദത്തോടൊപ്പമായിരുന്നാൽ അത് നിരാകരിക്കപ്പെടുകയില്ല. ഞാൻ നിങ്ങളോടൊപ്പമാകുവാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. ശരീരത്തിൽ മനുഷ്യരുടെ സഹോദരനാണ്. അരൂപിയിൽ പിതാവിൻ്റെ ഏകജാതനാണ്. നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളോട് ചേർന്ന് ഞാൻ പറയുന്നു, മനുഷ്യവംശം വീണുകിടക്കുന്ന അഗാധത്തിൽ നിന്നും കർത്താവെ, ഞാൻ അങ്ങയെ വിളിക്കുന്നു. തന്നെ നോക്കി നെടുവീർപ്പിടുന്നവൻ്റെ ശബ്ദം ശ്രദ്ധിക്കണമേ. എൻ്റെ വാക്കുകൾക്ക് നീ ചെവിയടച്ചു കളയരുതേ. ദൈവമേ, എന്നെ തന്നെ കാണുമ്പോൾ ഞാൻ ഭയപ്പെട്ടു പോകുന്നു. എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ ഭയം ജനിപ്പിക്കുന്നവനാണ്. നിൻ്റെ ദൃഷ്ടിയിൽ ഞാൻ എന്തായിരിക്കും? ഓ കർത്താവേ, എൻ്റെ അപരാധങ്ങൾ അങ്ങ് നോക്കരുത്. കാരണം അങ്ങേ സന്നിധിയിൽ എനിക്ക് നിൽക്കുവാൻ കഴിയുകയില്ല. എൻ്റെ മേൽ കരുണയായിരിക്കണമേ. അങ്ങ് കരുണയാണെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങേ വാക്ക് ഞാൻ വിശ്വസിക്കുന്നു. മുറിവേറ്റ് നിരാശപ്പെട്ടിരിക്കുന്ന എൻ്റെ ആത്മാവ് നിന്നിൽ നിൻ്റെ വാഗ്ദാനങ്ങളിൽ പ്രത്യാശകൾ അർപ്പിക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെയും എൻ്റെ യൗവനം മുതൽ വാർദ്ധക്യം വരെയും അങ്ങിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു. ദാവീദ് വ്യഭിചാരവും കൊലപാതകവും ചെയ്തു. ദൈവം അതിന് അദ്ദേഹത്തെ ശാസിച്ചു. എന്നാലും എന്നോട് കരുണയായിരിക്കണമേ എന്ന് എന്നോടുള്ള ആദരവ് നിമിത്തമല്ല, പിന്നെയോ അളവില്ലാത്ത അവിടുത്തെ കരുണയുടെ മഹത്വത്തിനായി എന്നോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദാവീദിനോട് ദൈവം ക്ഷമിച്ചു. വരൂ, നമുക്ക് കർത്താവിൻ്റെ പക്കലേക്ക് പോകാം. ഞാൻ മുമ്പിൽ, നിങ്ങൾ പുറകിലും. നമുക്ക് നല്ല ശുദ്ധജലമുള്ളിടത്തേക്ക്, വിശുദ്ധമായ മേച്ചിൽപ്പുറങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ നാട്ടിലേക്ക് പോകാം. കഴിഞ്ഞു പോയതെല്ലാം മറക്കുക. ഭാവിയെ നോക്കി പുഞ്ചിരി തൂകുക. ചതുപ്പ് നിലങ്ങളെക്കുറിച്ച് ഉത്കണ്ഠയുണ്ടാകരുത്. നക്ഷത്രങ്ങളെ നോക്കുക. ഞാൻ അന്ധകാരമാണ് എന്ന് പറയേണ്ട, ദൈവം പ്രകാശമാണെന്ന് പറയുക. ഞാൻ വന്നിരിക്കുന്നത് സമാധാനം നിങ്ങളെ അറിയിക്കുവാനാണ്, എളിയവർക്ക് സദ്വാർത്ത നൽകുവാനാണ്, വളരെ കാര്യങ്ങളാൽ തകർന്നിരിക്കുന്ന ഹൃദയങ്ങളെ സുഖപ്പെടുത്തുവാനാണ്, എല്ലാ അടിമകൾക്കും സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാനാണ്. ഒന്നാമതായി മാമോൻ്റെ അടിമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രസംഗിക്കുവാനാണ്. ജഡികാസക്തിയുടെ അടിമകളെ തടവിൽ നിന്ന് സ്വതന്ത്രരാക്കുവാനാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, കൃപയുടെ വർഷമിതാ വന്നിരിക്കുന്നു. നിങ്ങൾ പാപികളാണെന്നറിയുന്നതിനാൽ ദുഃഖിച്ച് നിങ്ങൾ കരയേണ്ട. ദൈവരാജ്യത്തിൽ നിന്നും പുറത്തായ നിങ്ങൾ കരയേണ്ട. നിങ്ങളുടെ ചാരത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ സ്വർണം വിതറും. നിങ്ങളുടെ കണ്ണീരിൻ്റെ സ്ഥാനത്ത് തൈലം പൂശും. കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളെ അർപ്പിക്കാൻ ഏറ്റവും വിശിഷ്ടമായ വസ്ത്രങ്ങൾ നിങ്ങളെ ഞാൻ അണിയിക്കും. കർത്താവിനോട് ഞാൻ പറയും, അന്വേഷിച്ചു കണ്ടെത്തുവാൻ നീ എന്നെ നിയോഗിച്ച ആടുകൾ ഇതാ. ഞാൻ അവയെ കണ്ടു. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും അവയെ ഒരുമിച്ച് കൂട്ടി എണ്ണി നോക്കി. വഴിതെറ്റിപ്പോയവയെ തേടിപ്പിടിച്ച് അവയെയും മഴയിൽ നിന്നും മഞ്ഞിൽ നിന്നും രക്ഷിച്ച് അങ്ങേ പക്കലെത്തിച്ചിരിക്കുന്നു. എല്ലാ ജനങ്ങളുടെയും ഇടയിൽ നിന്ന് അവയെ ശേഖരിച്ചു. എല്ലാ ദേശങ്ങളിൽ നിന്നും ഒരുമിച്ച് കൂട്ടി. ഭൂമിയിലെ ഒരു സ്ഥലത്തേക്കല്ല അവയെ നയിക്കുന്നത്. നീ അവർക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ഗിരിശൃംഗങ്ങളിലേക്കാണ്. അവിടെയെല്ലാം ഫലഭൂയിഷ്ഠമാണ്, സുന്ദരമാണ്, പ്രകാശമാണ്. അവിടെ സ്വർഗീയ ആനന്ദത്തിൻ്റെ അരുവികളിൽ
നിന്നെക്കൊണ്ട് സംതൃപ്തരായിരിക്കുന്നവരുടെ അടുത്തേക്ക്, നീ സ്നേഹിക്കുന്ന അരൂപികളുള്ളിടത്തേക്കാണ് അവരെ നയിക്കുന്നത്. മുറിവേറ്റവരെയും ഞാൻ അന്വേഷിച്ചു, പരിക്കേറ്റവരെ ഞാൻ സുഖപ്പെടുത്തി, ശക്തിയില്ലാത്തവരെ കൂടുതൽ പരിപാലിച്ചു. ഒന്നിനെപ്പോലും ഞാൻ അവഗണിച്ചില്ല. ജഡമോഹങ്ങളാകുന്ന ചെന്നായക്കൾ കടിച്ചുപറിച്ച ഒന്നിനെ പ്രിയപ്പെട്ട ഒരു നുകം പോലെ ഞാൻ തോളിലേറ്റി ചുമന്ന് അങ്ങേ പാദത്തിലേക്ക് കൊണ്ടുവരുന്നു. പോയിക്കൊള്ളുക, ഒരു പുതിയ അരൂപിയോടുകൂടെ ശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ആഘോഷിക്കൂ. ദൈവത്തിൻ്റെ പ്രകാശം നിങ്ങളുടെ ഉള്ളിൽ പ്രകാശിക്കട്ടെ.